AD 8-ാം നൂറ്റാണ്ടിൽ പല്ലവ രഥശില്പ ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ഗുഹാക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ തൃക്കാക്കുടി ഗുഹാക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം. ഒരു നേരം മാത്രം പൂജകൾ നടക്കുന്നു. ഗുഹാക്ഷേത്രത്തിന്റെ സംരക്ഷണ ചുമതല പുരാവസ്തു വകുപ്പിനാണ്. വനനിബിഡമായ തൃക്കാക്കുടി ഗുഹാ പരിസരത്ത് ഒളിവിൽ കഴിഞ്ഞ പഞ്ചപാണ്ഡവർ പ്രദേശ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠയോട് കൂടിയ ഗുഹാക്ഷേത്രം നിർമ്മിച്ചു എന്നാണ് വിശ്വാസം. അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന തരത്തിലുള്ളതാണ് ഇവിടത്തെ ക്ഷേത്രം. കൗരവർ പാണ്ഡവരെ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ സഹോദരനായ ഭീമനെയും മറ്റു പാണ്ഡവരെയും അറിയിച്ചതിനാലാണ് ഇന്നും ക്ഷേത്ര നിർമ്മാണം പൂർണ്ണതയിൽ എത്താത്തതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏകദേശം 5.5 ഏക്കറോളം വിസ്തൃതിയിൽ ഉയർന്ന് മുഖാമുഖം സ്ഥിതി ചെയ്യുന്ന 2 പാറക്കെട്ടുകളിൽ ഒന്നിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. പാറ തുരന്ന് 20 അടി വ്യാസത്തിൽ ഗർഭഗൃഹവും അതിന് 6 അടി ഉയരത്തിൽ നിർമ്മിച്ച ഒരു കവാടം കടന്നു വേണം ശ്രീകോവിലിൽ പ്രവേശിക്കാൻ. ശ്രീകോവിലിന് മുന്നിൽ വീതിയുള്ള ഒരു വരാന്ത നിർമ്മിച്ചിട്ടുണ്ട്. ശ്രീകോവിലേക്കുള്ള കവാടത്തിന്റെ 2 ഭാഗങ്ങളിലായി ദ്വാരപാലകരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും കാണാം. വടക്കേ ചുവരിൽ ഗണപതി, ഗദാധാരിയായ ദ്വാരപാലകൻ, ഇരു കൈകളും കെട്ടി വീര്യബലങ്ങൾ അടക്കി നിൽക്കുന്ന ദ്വാരപാലകൻ, തെക്കേ ചുവരിൽ ജടാധാരിയായ മുനി എന്നിവരുടെ ശില്പങ്ങളും കാണാം. ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിക്കുവാനായി 4 അടി വീതിയിൽ 20 അടി നീളത്തിൽ അർദ്ധമണ്ഡപവും മധ്യത്തിലായി കൽപ്പടവുകളും നിർമ്മിച്ചിട്ടുണ്ട്. 7 അടി ചതുരശ്ര വിസ്തീർണമുള്ള ശ്രീകോവിലിൽ 10 അടി ഉയരത്തിലായി നിർമ്മിച്ചിട്ടുള്ള തറയിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇവിടെയുള്ളതുപോലെ ദ്വാരപാലക ശില്പങ്ങൾ ഇന്ത്യയിൽ മറ്റൊരിടത്തും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ഈ ശില്പങ്ങളെല്ലാം തന്നെ മഹാബലിപുരത്തെ ശില്പങ്ങളുമായി സാമ്യം പുലർത്തുന്നവയുമാണ്. തിരുകൽക്കുടി എന്ന വാക്കിൽ നിന്നാണ് തൃക്കാക്കുടി എന്ന പേരുണ്ടായത്. പവിത്രമായത് കുടികൊള്ളുന്ന കല്ല് എന്നാണ് ഇതിന്റെ അർത്ഥം. ക്ഷേത്രത്തിന്റെ പരിസരത്തായി ഒരു ചാരുവൃക്ഷവും കാണാം. ഇതിന്റെ ഇലകൾ ദേഹത്ത് തട്ടിയാൽ പൊള്ളും എന്ന് പറയപ്പെടുന്നു. 2 പാറകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന ആഴമുള്ളതും ഇടുങ്ങിയതുമായ ഒരു കുളമാണ് ഇവിടുത്തെ മറ്റൊരു പ്രധാന ആകർഷണം. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ക്ഷേത്രം.